എടുക്കാനായിട്ട് പോകുന്നത് ഇന്ത്യ ഹിസ്റ്ററിയാണ്. നമുക്കറിയാം ഇന്ത്യ ഹിസ്റ്ററിയിൽ നിന്നും PSC അത്യാവശ്യം നന്നായി ക്വസ്റ്റ്യൻസ് SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ കമ്പനി ബോർഡ് LGS ആണെന്നുണ്ടെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം ആണെങ്കിലും ഏതൊരു എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിലും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട SCERT ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ തന്നെ പുതിയ SCERT ചാപ്റ്റേഴ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS 10th പ്രിലിംസ് എക്സാമിനൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് LGS മാതൃകയിലുള്ള ചോദ്യ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്, എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ഏതൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ആ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ച് എന്തൊക്കെ ചോദ്യങ്ങളാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQ മോക്ക് ടെസ്റ്റ് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. 10th പ്രിലിംസ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഫോൾഡർ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കാണാനായിട്ട് സാധിക്കും. അതല്ല PYQ മാത്രം ടോപ്പിക് വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള PYQs ആണ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ PYQ സീരീസ് എന്ന് പറയുന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അല്ലാതെ തന്നെ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. ഡീപ്പായിട്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് ഓരോ കോളം പഠിച്ച് പോകണം അല്ലേ. അപ്പോൾ അങ്ങനെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുള്ളവർ പോയിട്ട് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. നമ്മൾ എല്ലാ ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ VF എന്നീ ടെസ്റ്റുകളിലേക്കുള്ള SCERT ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ 5 മാർക്ക്. ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഇതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നെല്ലാം കൂടിയിട്ടായിരിക്കും 5 മാർക്ക് വരുന്നുണ്ടായിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എന്തായാലും പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സാണ് കേട്ടോ. ഇനി ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനവും 1857 കലാപവുമാണ് ആദ്യം വരുന്ന ടോപ്പിക് അല്ലേ. ആ ഒരു ഭാഗം വരുന്നത് 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. നെക്സ്റ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. ഇവ വരുന്നത് 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. പിന്നെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഈ ഒരു ചാപ്റ്റേഴ്സിലാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഭാഗങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക്